വേൾഡിൽ അതിൽ 3 ദിവസത്തിൽ പ്രോഫിറ്റ് ഞാൻ ഇന്നലെ കാണിച്ചതാണ്. ഇനി 4ാമത്തെ ദിവസത്തിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുകയാണ്. സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റിൽ നോക്കാം. ഓക്കെ, വാലറ്റ് ബാലൻസ് എന്ന് പറയുന്നത് 114.46 USDT ആണ്. അതായത് എനിക്ക് 4ാമത്തെ ദിവസം എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് 4.46 USDT എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. കോമ്പൗണ്ടിങ്ങിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇട്ടതെന്ന് വെച്ചാൽ 110 USDT ആണ്. അപ്പോൾ ഇന്നത്തെ എനിക്ക് ബൈയും നോക്കാം. ഇനി ഞാൻ 114 ആണ് ഞാൻ NFT ബൈ ചെയ്യുന്നത്. അപ്പോൾ ബൈ NFT എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ബൈ NFT. അപ്പോൾ ആ ബൈ NFT ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ബൈ NFT ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് വേണ്ടത് പർച്ചേസ് എന്ന് വെച്ചാൽ 50 to 500 USDT വരെയുള്ളതാണ്. അതിൽ 1% ആണ്. ഞാനിവിടെ എക്സ്പ്ലോർ NFT എന്ന് പറഞ്ഞുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എക്സ്പ്ലോർ NFT. അതിൽ ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ 110 മുതൽ 114 വരെയുള്ള NFT ഞാനിവിടെ ഫിൽട്ടർ ചെയ്യുകയാണ്. അവിടെ ഫിൽട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫിൽട്ടർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 110 114 ഇടയിലുള്ള NFT നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. 111 112 110 അതിൽ കൂടുതലുള്ള നമുക്ക് നോക്കാം. 110 മച്ചൻ പറഞ്ഞാൽ ഞാനിവിടെ 114 USDT തന്നെ 114 USDT ബൈ ചെയ്യാൻ പോവുകയാണ്. NFT ഞാനിവിടെ വ്യൂ NFT കൊടുത്തു. അവിടെ ബൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബൈ നൗ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ബൈ നൗ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ കൺഫേം ചെയ്യാനുണ്ട്. ഞാനവിടെ കൺഫേം ചെയ്യുകയാണ്. പാസ്വേഡ് കൊടുക്കാനുണ്ട്. പാസ്വേഡ് കൊടുക്കുകയാണ്. സക്സസ്. അങ്ങനെ 114 USDT ഞാനവിടെ ബൈ ചെയ്തിരിക്കുകയാണ്. നമുക്ക് നേരെ ഡാഷ്ബോർഡിലേക്ക് പോകാം. ഡാഷ്ബോർഡിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നിൽക്കാം. 0.46 USDT ആണ് ഇവിടെ ബാക്കിയുള്ളത്. 114 USDT NFT ഹോൾഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഓക്കെ, NFT 25 പറഞ്ഞുള്ളത് 114 USDT ആണ് ഇവിടെ. ഇനി 119 USDT കമ്പനി ബൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1.14 USDT ആണ് ഇവിടെ എനിക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, താങ്ക് യു.